നാളെ വായോ. കുട്ടൂസം പോയിന്ന് തോന്നുന്നു. നമ്മുടെ സീത ചേച്ചി എല്ലാവരും പോയി. പിന്നെ ആരാ ഉള്ളേ? നമ്മുടെ ഞാൻ ഹാപ്പി ആയാൽ നിങ്ങൾ ഓക്കെ. ഞാൻ ഹാപ്പി ആയാൽ നിങ്ങൾ ഓക്കെ. നിങ്ങളൊക്കെ എത്ര വിഷമമായി വന്നാലും ഞാൻ ഓക്കെ ആക്കി വിടും. അതെ, തീർച്ചയായിട്ടും. നമ്മളൊക്കെ എത്ര വിഷമമായിട്ട് വന്നിട്ട് നിങ്ങൾ ഓക്കെ ആക്കി വിട്ടില്ലേ? അതെ, നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ ഞങ്ങളൊക്കെ എത്ര വിഷമമായിട്ട് വന്നാലും ഞങ്ങളെ നിങ്ങൾ ഹാപ്പി ആക്കി വിടും എന്ന് പറഞ്ഞല്ലേ. പൂർവാധികം എനർജി വരും. തീർച്ചയായിട്ടും. പിന്നെ വരാതെ നിങ്ങൾ ഒളിച്ചിരിക്കുവോ? നിങ്ങളെ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരും. എവിടെ നിന്നാണെങ്കിലും പൊക്കിയെടുത്ത് വരും. ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കേണ്ട എന്നറിയാത്ത എന്നെങ്ങും ചെറുതായിട്ട് പേടിപ്പിക്കുന്നുണ്ടോ? പേടിപ്പിക്കല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ഞാനൊരു ലോല ഹൃദയം. ഇതൊക്കെ കേട്ടാൽ എനിക്ക് ചെറുതായിട്ട് പേടി വരും. രേഖക്കുട്ടി, എല്ലാവരെയും എനിക്ക് മനസ്സിലായി. എന്തോ അങ്ങനെയൊക്കെ പറയുന്നേ? എല്ലാവരെയും എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. എന്നാൽ അങ്ങനെ വേണം ഇന്ദു ടീ എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ് കണ്ടാലേ ഇപ്പം ഇതിൻ്റെ ബാക്കി മനസ്സിലാവും. അപ്പം രേഖ ചേച്ചി നമ്മളെ അല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ഹാപ്പി ആക്കാൻ നമുക്ക് ഉപദേശങ്ങളൊക്കെ തരാൻ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അത് നമുക്കൊത്തിരി സന്തോഷമാണ്, ഹാപ്പിയാണ്. ഞങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും. ഫേക്ക് ഒന്നുമില്ല. അപ്പം ഇന്ദു ചേച്ചി പറയുന്ന ഫേക്ക് ഒന്നുമില്ല. ചാനൽ ഉണ്ടാക്കി ഫേക്ക് കളിച്ചു, ബാഡ് കമൻ്റ് ഇട്ട് മല്ലു ലൈവ് മൊത്തം തെറിവിളി എന്നാക്കി. സപ്പോർട്ട് കുറയ്ക്കാനാണ് അവരുടെ കളി. ഓക്കെ, എന്തായാലും ഹെൽത്ത് ഓക്കെ ആക്കൂ ആദ്യം. അതെ, പക്ഷെ അവർ ചമ്മി, ഞാൻ നിർത്തിപ്പോകില്ല എന്ന് ഇന്ദു ചേച്ചി പറയുന്നു. അതെ, നിങ്ങൾ അത് ഞാനും അതാ പറയുന്നത്. നിങ്ങൾ ഹെൽത്ത് ഉറക്കമൊക്കെ കറക്റ്റാക്കി നോക്കണം. അപ്പം ഹെൽത്ത് എന്തായാലും ഓക്കെ ആക്കണം ആദ്യം. അതിന് സെക്കൻഡ് ഓപ്ഷനെ നമ്മൾ ലൈവിന് കൊടുക്കാവൂ. ആദ്യം നമ്മുടെ ഹെൽത്ത് കുഴപ്പമില്ല എന്ന് ഇന്ദു ചേച്ചി പറയുന്നുണ്ട്. അതാണെന്നാണ്. അതെ, നിങ്ങൾ തിരിച്ചു വരും, ഹാപ്പി ആയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോൾ അതാണെന്ന് കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ മലയാളി വില്ലയുണ്ട്. ആളെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു നമ്മുടെ മലയാളി ചേച്ചി. അതാണ്, ആളെ മനസ്സിലായോന്ന്. അയ്യോ, അങ്ങനെ ഒരാളുണ്ട്. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഏട്ടനെ പറഞ്ഞത് മാത്രം ഒരുപാട് വിഷമം, അത് മാറിയാൽ ഞാൻ വരും. അപ്പം അത് പറയാൻ വേണ്ടി നിങ്ങൾ വരണം. അവരോട് തിരിച്ചു പറയാൻ വേണ്ടി നിങ്ങൾ വരണം. അങ്ങനെ ആ വിഷമം കൊണ്ടിരിക്കല്ലേ. ആളെ മനസ്സിലായി രേഖക്കുട്ടിന്ന്. ഓക്കെ 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 ആളെ മനസ്സിലായ സ്ഥിതിക്ക് അപ്പം അതിനനുസരിച്ച് നീങ്ങാലോ. അതാണ് നമ്മുടെ ചേച്ചിയും പറയുന്നത്, രേഖ ചേച്ചിയും പറയുന്നത്. അപ്പോൾ മാറ്റി നിർത്താലോ ആളേന്ന്. അയ്യോ, ഗ്യാങ് ആയുണ്ട് എന്ന് പറയുന്നത്. അയ്യോ, ബാംഗ്ലൂർ മല്ല് പറയുന്ന ഗ്യാങ് ആയുണ്ട്. ശിവനെ, എന്തൊക്കെയാണ് കേൾക്കുന്നത്?